നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിൽ വി.ടി. ബൽറാമിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പടയൊരുക്കം. ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിമർശനം. കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെയാണ് മുൻ എം.എൽ.എ. വി.ടി. ബൽറാമിനെതിരെ ശക്തമായ പടിയൊരുക്കവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. വി.ടി. ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകരെയും നേതാക്കളെയും വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നുമാണ് ഉയർന്ന പ്രധാന ആരോപണം. ബൽറാമിന്റെ പ്രവർത്തന ശൈലിയിൽ പ്രതിഷേധിച്ച് തൃത്താലയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് കെ കരുണാകരൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ മണ്ഡലത്തിൽ പുതിയ ഗ്രൂപ്പ് രൂപീകരണം നടന്നത്. ഡി.സി.സി ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 30-ലധികം പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം നടന്നത്. പടിഞ്ഞാറങ്ങാടിയിൽ മുതിർന്ന കോൺഗ്രസ് അംഗത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു യോഗം. പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ ബൽറാം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രൂപ്പ് യോഗത്തിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃത്താലയിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളായിരുന്നു ബൽറാമിന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായത്. നിലവിൽ ഇത്തരം തർക്കങ്ങൾ മറുനീക്കി പുറത്തുവന്നത് തൃത്താലയിലെ കോൺഗ്രസ് പ്രവർത്തകരിലും വൻ നിരാശ പടർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. പാലക്കാട് ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 12,373 കുട്ടികൾ SSLC പരീക്ഷ എഴുതും. വീണ്ടും ഒരു പരീക്ഷാകാലം വന്നെത്തുകയാണ്. വേനൽ ചൂടിനൊപ്പം ഇനി പരീക്ഷാ ചൂട് കൂടി. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾക്ക് നാളെ തുടക്കം കുറിക്കും. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം +2 പരീക്ഷയുമാണ് നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലായി 37,882 പേരാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 19,262 പേർ ആൺകുട്ടികളും 18,620 പേർ പെൺകുട്ടികളുമാണ്. ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷ എഴുതുന്നത് 41,416 വിദ്യാർത്ഥികളാണ്. ഇതിൽ 18,140 പെൺകുട്ടികളും 17,869 ആൺകുട്ടികളുമുണ്ട്. ഓപ്പൺ വിഭാഗത്തിൽ 5,407 കുട്ടികളും പരീക്ഷ എഴുതുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ 55 സെന്ററുകളിലായാണ് ഇത്തവണ SSLC പരീക്ഷ നടക്കുന്നത്. ആകെ 12,373 പേരാണ് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷയ്ക്കിരിക്കുന്നത്. ഇതിൽ 6,364 ആൺകുട്ടികളും 6,009 പെൺകുട്ടികളുമാണ്. ഗവൺമെന്റ് സർക്കാർ മേഖലയിൽ 584 കുട്ടികളും എയ്ഡഡ് മേഖലയിൽ 5,929 കുട്ടികളും അൺഎയ്ഡഡ് മേഖലയിൽ 620 കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിദ്യാലയങ്ങളിൽ രാത്രികാല പഠന ക്ലാസ് ഉൾപ്പെടെയുള്ള പ്രത്യേക പരിശീലന പദ്ധതികളും SSLCക്കാർക്കായി ഒരുക്കിയിരുന്നു. ഓരോ വിദ്യാലയങ്ങളും മികച്ച വിജയം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തവണയും നടപ്പാക്കിയത്. കാത്തിരിപ്പിനൊടുവിൽ കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ ഷട്ടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മെയ് അവസാനം പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. റെഗുലേറ്ററിന്റെ 90% സിവിൽ ജോലികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. 2025 ജൂണിൽ തന്നെ മെക്കാനിക്കൽ വിഭാഗം ജോലികൾക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നുവെങ്കിലും ഷട്ടർ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിവിധ കാരണങ്ങളാൽ നീണ്ടുപോയിരുന്നു. ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് റെഗുലേറ്ററിലെ മെക്കാനിക്കൽ ജോലികളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഷട്ടർ, മോട്ടോർ, നടപ്പാത, വാച്ച്റൂം തുടങ്ങിയവയാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ജോലികൾ. നിലവിൽ സെക്കൻഡറി പാർട്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഷട്ടർ സ്ഥാപിക്കാനുള്ള ചാനലുകളുടെയും ഇതോടൊപ്പമുള്ള സിവിൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കോൺക്രീറ്റ് ജോലികളുമാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. പട്ടാമ്പിയിലെ PG കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റെഗുലേറ്ററിന്റെ സിവിൽ ജോലികളുടെ ചുമതല. ചാനൽ ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഷട്ടർ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മെയ് മാസത്തോടെ ഷട്ടർ പണികൾ പൂർണ്ണമായി പൂർത്തിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടൊപ്പം ഭാരതപ്പുഴയിൽ മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും ശക്തമായി പുരോഗമിക്കുകയാണ്. പദ്ധതി പ്രദേശത്തു നിന്ന് ഏകദേശം 38,000 m³ മണലാണ് നീക്കം ചെയ്യുന്നത്. 265 മീറ്റർ നീളമുള്ള കൂട്ടക്കടവ് റെഗുലേറ്ററിന് 19 തൂണുകളുണ്ട്. പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള റെഗുലേറ്ററോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മാണവും കൈവരി നിർമ്മാണവും ഇതിനകം പൂർത്തിയായിരുന്നു. പദ്ധതി കമ്മീഷൻ ചെയ്ത് ജലസംഭരണം ആരംഭിക്കുന്നതോടെ വേനൽക്കാലത്തും പദ്ധതി പ്രദേശം ജലസമൃദ്ധമാകും. റെഗുലേറ്ററിലൂടെ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ പുഴയിൽ വെള്ളം സംഭരിക്കാനും സാധിക്കും. ഇതുവഴി പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഏകദേശം 2000 ഹെക്ടർ കൃഷിയിടങ്ങൾക്ക് ജലസേചനം ലഭ്യമാകും. പാലക്കാട് ജില്ലയിലെ ആനക്കര, പട്ടിത്തറ, പരുത്തൂർ, തിരുവേഗപ്പുറ, മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം, കുറ്റിപ്പുറം തുടങ്ങിയ നിരവധി പഞ്ചായത്തുകൾക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. 1997 വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ പ്രവർത്തനം ആരംഭിച്ചതോടെ അതിന് താഴെയുള്ള ഭാരതപ്പുഴയുടെ ഈ ഭാഗത്ത് വേനൽക്കാലത്ത് നീരൊഴുക്ക് ഇല്ലാതായിരുന്ന സാഹചര്യമാണ്
നിലവിലുണ്ടായിരുന്നത്. കൂട്ടക്കടവ് റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകും. കൃഷിയോടൊപ്പം പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രധാന ജലസ്രോതസ്സായി കൂട്ടക്കടവ് റെഗുലേറ്റർ മാറുമെന്നും ടൂറിസം വികസനത്തിനും ഇത് വഴിയൊരുക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് PR കുഞ്ഞുണ്ണിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ ബജറ്റ് അവതരിപ്പിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ദിവ്യ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കതിരറ്റ വേല ആഘോഷിച്ചു. വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവും നടന്നു. ഇണക്കാളുകളും നാടൻ കലാരൂപങ്ങളും വേലയാഘോഷത്തിന് മിഴിവേകി. മാലിന്യമുക്ത പട്ടാമ്പി എന്ന ലക്ഷ്യവുമായി പട്ടാമ്പി നഗരസഭ. ഇതിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനം. പട്ടാമ്പി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിൽ ഹരിതകർമ്മസേന അവലോകന യോഗവും ചേർന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന കൃത്യമായ ഇടവേളകളിൽ ശേഖരിക്കും. ഇവ തരംതിരിച്ച് സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പ്രോത്സാഹനം നൽകും. ഉറവിട സംസ്കരണത്തിന് സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. മാലിന്യ ശേഖരണത്തിൽ കൂടുതൽ കൃത്യത ഉറപ്പാക്കാനും സേനയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനും തീരുമാനമായി. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിതേഷ് മൊഴിക്കുന്നം, സെക്രട്ടറി ഡോക്ടർ അമലസ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷ പശ്ചാത്തലത്തിൽ യുദ്ധത്തിനെതിരെ ലോക സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താമെന്ന സന്ദേശവുമായി മുൻ MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. സൗത്ത് തൃത്താലയിൽ നിന്നാരംഭിച്ച് കൂറ്റനാട് സെന്ററിൽ സമാപിച്ചു. CV ബാലചന്ദ്രൻ, PEA സലാം, ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, UT താഹിർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് അവതരണം നടന്നു. 31,55,5420 രൂപ വരവും 30,52,81,874 രൂപ ചിലവും 1,02,23,546 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷരായ CG സാബു, സവിത അജി, ആനി വിനു, പഞ്ചായത്ത് അംഗം A വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിലിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇത്തവണ പട്ടാമ്പിയാണ് വേദിയായത്. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു.
പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് പ്രകടനം ആരംഭിച്ചത്. നിരവധി ജീവനക്കാർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് മേലെപ്പട്ടാമ്പിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിച്ച് അർഹതപ്പെട്ട വിഹിതം പോലും സംസ്ഥാനത്തിന് നിഷേധിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP സുരേഷ് രാജ് കുറ്റപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ തനത് വരുമാനം കണ്ടെത്തി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു മൂന്നാം തുടർച്ച ഉണ്ടാകണമെന്നും KP സുരേഷ് രാജ് അഭിപ്രായപ്പെട്ടു. എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. സാമ്രാജ്യത്വ മോഹത്തിനപ്പുറം അധികാരവും പണവും സമ്പത്ത് കുന്നുകൂട്ടാനുള്ള പ്രവണതയുമാണ് ഈ യുദ്ധക്കൊതിയുടെ പിറകിൽ എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വംശഹത്യ നടത്തി സാമ്രാജ്യത്വ മോഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്ന് നാം കാണേണ്ടതുണ്ട്. ദൗർഭാഗ്യവശാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ പടനിലമായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടം എന്നത് നമ്മളെ ലജ്ജിപ്പിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇസ്രയേലിന്റെ കൂടെയാണ്, അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കൂടെയാണ്, ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയാണ് എന്നത് നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു ചരിത്രമുണ്ട്. അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ പടുത്തുയർത്തിയ ചരിത്രമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി മാത്രമല്ല, ലോകത്തെവിടെയൊക്കെ സാമ്രാജ്യത്വം തലപൊക്കിയിട്ടുണ്ടോ അതിനൊക്കെ എതിരായി ചേരിചേരാ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ നാടിന്റെ പേരാണ് ഇന്ത്യ എന്നത്. ആ ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ, സംസ്ഥാന ട്രഷറർ സുഗതകുമാരി, വൈസ് ചെയർമാൻ VC ജയപ്രകാശ്, നരേഷ് കുമാർ, K മുകുന്ദൻ, MC ഗംഗാധരൻ, MS അനിൽകുമാർ, M അജിത് ഖാൻ, VK ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.